ഹലോ ഗായ്സ്, ദിസ് ഇസ് ജിതു സൺ സ്റ്റൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നല്ല ചൂട് പാൽക്കാപ്പിയാട്ടോ കുടിച്ചത്. അങ്ങനെ ഇഞ്ചി ചായയും കട്ടൻ ചായയും കാപ്പിപ്പൊടി കാപ്പിയും കടന്ന് നമ്മളിതാ പാൽക്കാപ്പിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. എനിക്ക് ഓരോ ദിവസവും ഡിഫറെൻറ്റ് മൂഡ്സാണ്. എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഞാൻ ഏത് കോഫിയാണോ, അതെ കോഫിയാണോ ചായയാണോ അത് കുടിക്കുന്നതിനനുസരിച്ചാണ് എൻ്റെ ഒരു മൂഡ് എന്നാണ് എൻ്റെ ഒരു ഇത്. പിന്നെ ഇന്ന് രാവിലെ നമുക്ക് കഴിക്കാനായിട്ട് നല്ല ചൂട് റവടി പുട്ടാണ് ഗായ്സ്. ശരിക്കും ഇതിൻ്റെ കോമ്പിനേഷൻ, അതായത് എനിക്കിഷ്ടപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ നല്ല ചൂട് തേങ്ങാപ്പീരിട്ട റവ പുട്ടിൻ്റെ കൂടെ നല്ല മധുരമായിട്ട് കട്ടൻ ചായ, വേറെ ഒരു കറികളും വേണ്ട കേട്ടോ. അത് രണ്ടും ഈ കാപ്പിയും കട്ടൻ ചായയും നമ്മുടെ തേങ്ങയിട്ട് റവ പുട്ട്, ഇത് രണ്ടും കഴിച്ചാൽ അടിപൊളിയാട്ടോ, നല്ല ടേസ്റ്റാണ്. പിന്നെ അതായിരുന്നു രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഉച്ചയായപ്പോഴത്തേനും എന്താ പറയുക, ചേനയും പരിപ്പും കൂടെ ചാറുണ്ടായിരുന്നു. പിന്നെ ഇന്നലത്തെ അല്ല, കഴിഞ്ഞ ഏതോ ഒരു ദിവസത്തെ നത്തോലി കറിയുടെ ബാലൻസ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും കൊണ്ട് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറിയും ബാലൻസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ ലഞ്ച് ഞാൻ കഴിച്ചത് കേട്ടോ. എനിക്ക് എന്താണെന്നറിയില്ല, ഇന്ന് മൊത്തം വെള്ളിയാണ്. അതുമാത്രമല്ല, മഴ ഇന്നെന്നെ ചതിച്ച് ഗൈസ്. ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യുന്ന സമയത്ത് പുറത്ത് ഫുള്ള് മഴയായിരുന്നു. അപ്പോൾ ടപ്പ മഴയുടെ സൗണ്ടും കേൾക്കായിരുന്നു. ഇന്ന് വൈകുന്നേരം സ്നാക്സ് ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഫ്രിഡ്ജിൽ മാവിരിക്കുന്നത് കൊണ്ട് ദോശ ഉണ്ടാക്കി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് എന്നൊക്കെ വരുന്നുണ്ടല്ലേ, സ്വാഭാവികം. അപ്പോൾ നല്ല ചൂട് ദോശയായിരുന്നു കേട്ടോ. നമ്മുടെ വെള്ളച്ചമ്മന്തി ഉണ്ടായിരുന്നില്ല, പിന്നെ സാമ്പാറാണ് ഉണ്ടായിരുന്നത്. അത് നല്ല പരിപ്പും കുമ്പളങ്ങയും തക്കാളിയൊക്കെ ഇട്ട് നല്ല മല്ലിയിലൊക്കെ ഇട്ട് നല്ല കുറുകുറ ഇരിക്കുന്ന കുറുകിയ സാമ്പാറാട്ടോ. വെള്ളച്ചമ്മന്തിയും കൂടെ വേണമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. തേങ്ങ ഇല്ലായിരുന്നേ, ഞങ്ങൾക്കിവിടെ തെങ്ങൊന്നുമില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് തന്നെ തേങ്ങയൊക്കെ വാങ്ങണം. തേങ്ങയൊക്കെ ആണെങ്കിൽ നല്ല വിലയാണ്, അതുകൊണ്ട് തേങ്ങ ഇവിടെ ലിമിറ്റഡാണ്. സോ സാമ്പാർ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നല്ല ചൂടോടുകൂടി നല്ല കുറുകിയ സാമ്പാറായിട്ട് ദോശ കഴിക്കാൻ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ ക്യാബേജ് തോരനും ചിക്കൻ കറിയും കോലാനാണോ ഒലക്കയല്ല ഒളക്ക എന്ന് പറഞ്ഞിട്ടൊരു മീനുണ്ട്. ഇങ്ങനെ കോല് പോലെ നീണ്ടിരിക്കുന്ന ഒരു മീൻ, ആ ഒരു മീനുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി ഒരു മാങ്ങാച്ചാറുണ്ടായിരുന്നു. ഇത് മാർക്കറ്റിൽ പോയപ്പോൾ ഒരു ദിവസം വാങ്ങിയ മാങ്ങാച്ചാറാട്ടോ. ഒരു പ്രാവശ്യം വാങ്ങിയപ്പോൾ അതെനിക്ക് എന്തോ അതിൻ്റെ ടേസ്റ്റ് ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഒരു 5-6 പാക്കറ്റ് അങ്ങ് വാങ്ങിച്ചുകൊണ്ട് വന്ന് വെച്ച്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇന്ന് ഈ കുഴിയൻ പാത്രത്തിൽ കഴിക്കാനായിട്ടോ ഇഷ്ടം തോന്നി. അങ്ങനെ അതായത് നമ്മൾ ഓരോ ദിവസവും നമുക്കിങ്ങനെ ഓരോരോ പ്ലേറ്റ് കാണുമ്പോൾ അതിൽ കഴിക്കണമെന്ന് തോന്നുന്നല്ലോ, അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്താട്ടോ. പിന്നെ ചിക്കൻ കറി കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു. ടാറ്റാ.